ബർജീൽ ജോയിജിത്ത് ലൈഫ് ലൈൻ്റെ 24ാമത് എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കറിയാം, ഈ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രവാസികളായ നമ്മളെല്ലാം ഒരിക്കൽ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടതായി വരും. അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ കുടുംബം ജീവിക്കുന്നത് പോലുള്ള സന്തോഷകരമായൊരു ജീവിതത്തിൽ പങ്കാളിയായിക്കൊണ്ട് സ്ഥിരമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുവാനുള്ള സാമ്പത്തിക സംവിധാനം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. ഇന്ന് അങ്ങനെ വന്ന പ്രവാസികൾ, ഗൾഫ് മേഖലയിൽ ജീവിക്കുന്ന പ്രവാസികളെ ഒന്ന് സൂക്ഷ്മം നിരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവിധ നന്മകളുടെയും സമ്പത്തിൻ്റെയും ഒരു മേഖലയായി കാണുന്ന ഈ പ്രദേശത്ത് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വന്ന പ്രവാസികളിൽ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. UAE വടക്കൻ മേഖലയിൽ 2003 43 ആത്മഹത്യകൾ നടന്നപ്പോൾ 2011 ആയപ്പോൾ 79 അവസാനിച്ചു. അതിനിടയ്ക്ക് 2008 കാലത്ത് 143 ആത്മഹത്യകൾ ഇന്ത്യക്കാരുടെ ഇടയിൽ ഉണ്ടായ അനുഭവം നമുക്കുണ്ട്. ഇതിൽ ബഹുഭൂരിപക്ഷവും മലയാളികളാണ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെയധികം വേദന തോന്നും. അതിൽ തന്നെ ഈ നടക്കുന്ന ആത്മഹത്യകളിൽ 75% കാരണം സാമ്പത്തിക ബാധ്യതകൾ കൊണ്ടുണ്ടായിട്ടുള്ള പല ഭാഗത്തുനിന്നുള്ള സമ്മർദ്ദം അവരെ ഇങ്ങനെ ഒരു ഒളിച്ചോട്ടത്തിന് പ്രേരിപ്പിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വിഷയം സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്തതാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് ഈ വിഷയം കൈകാര്യം ചെയ്യുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് ജനങ്ങൾ കടക്കെണിയിൽ പെട്ടുപോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ മതങ്ങളും മനുഷ്യനെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അമിതവ്യയശീലം പാപമാണ് എന്ന്. ഓരോ വ്യക്തിയുടെയും കഴിവിനനുസരിച്ച് മിതമായി ജീവിക്കുക എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു മാർഗരേഖ. എന്നാൽ സംഭവിക്കുന്നത് അതല്ല. ഓരോ വ്യക്തിക്കും ഉണ്ടാവുന്ന വരുമാനം എത്രയോ അതിനേക്കാൾ കൂടുതൽ ചെലവഴിച്ച് ജീവിക്കാനുള്ള അഭിവാഞ്ച പ്രവാസ ലോകത്ത് മാത്രമല്ല എല്ലാ ഭാഗത്തും അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അമിതവ്യയം ചെയ്യുവാനുള്ള ആഗ്രഹം നമ്മളിൽ ഉണ്ടായിത്തീർന്നാൽ അതിന് വേണ്ടത് ഉള്ള ധനം സംഹരിക്കുക എന്നുള്ളതാണ്. ആ സംഹാരത്തിൻ്റെ ഭാഗമായാണ് കടത്തിനെ ആളുകൾ ആശ്രയിക്കുന്നത്. പലരും ആദ്യം കടമെടുക്കാറുള്ളത് സ്വന്തം കമ്പനിയിൽ നിന്ന് പലിശരഹിതമായിട്ട് കടമെടുക്കുന്നു. അതുകൊണ്ട് ജീവിച്ചു തുടങ്ങിയാൽ അത് പോരാ എന്ന് തോന്നുമ്പോഴാണ്, അല്ലെങ്കിൽ അത് അടച്ചു തീർക്കാൻ ബുദ്ധിമുട്ട് എന്ന് തോന്നുമ്പോഴാണ് കൂടുതൽ അടച്ചു തീർക്കാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലേക്ക് ബാങ്കിനെ സമീപിക്കുന്നത്. അങ്ങനെ ബാങ്കിൽ നിന്ന് കടമെടുക്കുമ്പോൾ താരതമ്യേന പലിശ നിരക്ക് കുറവാണ് എന്ന് നമുക്കറിയാം. കമ്പനിയിൽ നിന്ന് എടുത്ത കടം പോലും അടച്ചു തീർക്കാൻ പറ്റാത്തവൻ ബാങ്കിൽ നിന്ന് കടമെടുത്താൽ തീരെ അടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വരുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ പലിശ മാത്രം അടച്ചുകൊണ്ടിരിക്കുന്നവരാണ് പലരും. അങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹാരമാവുന്നില്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ പിന്നീട് ആശ്രയിക്കുന്നത് ക്രെഡിറ്റ് കാർഡുകളെയാണ്. ഇന്ന് രാവിലെ എന്നെ വിളിച്ചൊരു സുഹൃത്ത്, അദ്ദേഹത്തിന് എത്ര ക്രെഡിറ്റ് കാർഡ് ഉണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. 1 ഡസൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ 1 ഡസനിൽ കൂടുതലുണ്ട് എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് ക്രെഡിറ്റ് കാർഡിൽ എത്ര കടമുണ്ടെന്ന് ചോദിച്ചപ്പോൾ 4 ലക്ഷം ഉണ്ടെന്ന്, 4 ലക്ഷം ദിർഹം ഉണ്ടെന്നാണ് അദ്ദേഹം എന്നോട് ഉത്തരം പറഞ്ഞത്. അതിനും പുറമെ വ്യക്തിഗതമായ കടവും അദ്ദേഹത്തിനുണ്ട് എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഇതാണ് ഗൾഫ് മേഖലയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന പ്ലാസ്റ്റിക് മണി യഥാർത്ഥത്തിൽ കടമെടുക്കുവാനുള്ള ഒരു സംവിധാനമല്ല എന്ന് സാധാരണ ജനങ്ങൾ വിസ്മരിച്ചു പോവുകയാണ്. ക്രെഡിറ്റ് കാർഡ് നമ്മൾ ഉപയോഗിക്കേണ്ടത് പണം കയ്യിൽ കൊണ്ട് നടക്കാതെ നമുക്കുള്ള ആവശ്യമുള്ള സാധനങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വാങ്ങിക്കുകയും നമ്മുടെ ബാങ്കിലുള്ള പണം അവർ പറയുന്ന സമയത്ത് അവർക്ക് അടച്ചു കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ
ക്രെഡിറ്റ് കാർഡ് കൊണ്ട് വലിയൊരു അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നത്. പക്ഷേ ഗൾഫിൽ ജീവിക്കുന്ന ആളുകൾ അത് കടമെടുക്കാനുള്ള ഉപാധിയായിട്ടാണ് ഉപയോഗിക്കുന്നത്, കടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളായിട്ടാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു ചിന്താഗതി നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. ക്രെഡിറ്റ് കാർഡിനെ സംബന്ധിച്ച് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോഴോ മാർക്കറ്റിംഗ് നടത്തുന്നവരോ ഒരിക്കലും പറയാറില്ല 2.5%, 2% പലിശ പ്രതിമാസമാണ് എന്ന്. പലരും അതുകൊണ്ട് തന്നെ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഇതിൽ ചേരുന്നത്. അത് വാർഷികമായിട്ട് കണക്ക് കൂട്ടിയാൽ പലപ്പോഴും 30-36% വരെ എത്തുന്നുണ്ട്. മറ്റു പല ചെലവുകളും ചില ചാർജുകളും കൂടിക്കഴിഞ്ഞാൽ 40% വരെ ആവുന്നുണ്ട് എന്ന് ഓരോ പ്രേക്ഷകരും മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. ഇങ്ങനെ ക്രെഡിറ്റ് കാർഡ് ഒന്നിൻ്റെ പുറകെ ഒന്നായി എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും അതടച്ചു തീർക്കാൻ പറ്റാതുകയും ചെയ്താൽ പിന്നീട് സംഭവിക്കുന്നത് അത് തിരിച്ചടക്കുവാനുള്ള മാർഗങ്ങൾ ബാങ്കുകൾ സ്വീകരിക്കലാണ്.